വലിയ കാര്യത്തിൽ ജേണലൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ്. പിന്നെ ചില സാങ്കേതിക പ്രശ്നമല്ല, ചില ബുദ്ധിമുട്ടുകൾ കാരണം ജേണൽ ചെയ്യുന്നില്ല. റിക്വസ്റ്റ് പ്രകാരം ഒരു ഫ്ലിപ്പ് ത്രൂ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതെൻ്റെ വീട്ടിൻ്റെ ഔട്ട് സൈഡാണ്. കാണിക്കാൻ പ്രധാനം എൻ്റെ ടേബിളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ കിടന്ന് ഇതൊക്കെയാണ്. അതുകൊണ്ട് ഇവിടെ കാണിച്ച് ഇൻട്രോ തുടങ്ങാമെന്ന് വിചാരിച്ചു. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഈ ചെയ്ത ജേണലൊന്നും അത്രയ്ക്ക് നല്ല ജേണൽസൊന്നും അല്ല, എന്നാലും കുറച്ച് നല്ല ഡെഡിക്കേറ്റഡായിട്ട് ഞാൻ ചെയ്ത ജേണൽസാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഒരു ഗ്രീൻ തീമിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗ്രീൻ ആണെങ്കിലും ഇതിൽ ഓറഞ്ച് ഉണ്ട്, കുറേ കളേഴ്സ് അങ്ങനെ ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നോ ജഡ്ജ് യു, നോ ഓൺലി ജഡ്ജ് യു, ജസ്റ്റ് ഫീൽ കൂൾ, അങ്ങനെയൊക്കെ അതൊക്കെ എഴുതി വെച്ചിട്ട്. പിന്നെ ഇത് ഞാൻ കക്കറ എന്തെങ്കിലും ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇത് ഞാൻ ജേണൽ എന്താണെന്ന് അറിയില്ലായിട്ട് പോലും ഞാൻ ഇങ്ങനൊരു ജേണൽ ചെയ്തു. ദാറ്റ്സ് മൈ ചേഞ്ച്. പിന്നെ ഇതേപോലെ ഒരെണ്ണം, ഇത് സ്കൂൾ അടച്ചപ്പോഴാണ്, കഴിഞ്ഞ വർഷം സ്കൂൾ അടച്ചപ്പോഴാണ് ഞാൻ ചെയ്തത്. ഇത് ഞാൻ ഗ്രാൻഡ് പാരൻസിൻ്റെ വീട്ടിൽ പോയൊരു ഇത്. പിന്നെ ഇതെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ ചെയ്തതാണ്. പിന്നെ ഇതിനാദ്യമായിട്ട് വരച്ച ഒരു പിക്ചറാണ്, നല്ല പോലെ. പക്ഷെ കട്ട് ചെയ്തെടുത്തപ്പോൾ അതൊരു ചെറിയൊരു ആളുണ്ടായിരുന്നു, നല്ല കുഴപ്പമില്ല. പിന്നെ എക്സാം, സെക്കൻഡ് എക്സാം ആഫ്റ്റർ എ ലോങ് എക്സാം. പിന്നെ ഈ ഒരു തീം കോഫി ഡേ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും വരുന്നതല്ലല്ലോ, എന്നാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെച്ചു. പിന്നെ ബ്ലൂ, ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ജേണലും ബ്ലൂ ആണ്. പിന്നെ ഓറഞ്ച്, ഈ ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ റെഡ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, കീറി വെച്ചിട്ടുണ്ട്, എവിടെയോ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ആക്ടിവിറ്റി പേജ്, അത് ഞാൻ കാണിച്ചല്ലോ. പിന്നെ ഗ്രീൻ എന്ന് പറയുന്ന ഈ പേജ്, ഗ്രീനും എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ പിങ്ക്, ഈ ഒരു പിങ്ക് ജേണൽ നല്ല രസമുള്ളൊരു ജേണലാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ കൊണ്ടുവന്നത്. പിന്നെ യെല്ലോ, വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഇറ്റ്സ് ഓൾസോ ഗുഡ്, ഇറ്റ് ഓൾസോ ഫീൽ ഗുഡ് ഇൻ ലുക്കിങ്സ് ആൻഡ് ഓൾ. പിന്നെ അടുത്തത് ഒരു കളർഫുൾ ജേണലിംഗ് ആണ്. ഇതും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, എന്നാലും എനിക്കിഷ്ടപ്പെട്ടാത്തത് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അടുത്തത് ഫ്രണ്ട് തീർത്തതിനെക്കുറിച്ച് എഴുതിയതാണ്. എന്തിനാണ് ഇന്ന് ഫ്രണ്ട്സിനെ കുറിച്ച് എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു സ്കൂളിൽ പോയിട്ട് എനിക്ക് ഫ്രണ്ടിനെ കുറിച്ചാണ് പറയാൻ തോന്നണമെങ്കിൽ ഞാൻ അങ്ങനെയാണ് ജേണൽ ചെയ്യാറ്. പിന്നെ അടുത്തത് ഗ്രീൻ പ്ലസ് യെല്ലോ ജേണലാണ്. ഇങ്ങനൊരു ജേണൽ ഗ്രീനും യെല്ലോയും വന്നിട്ടുണ്ട്, ഇതും ഓൾസോ ഗുഡാണ്. പിന്നെ ഈ ജേണൽ ഞാൻ ഒട്ടും സപ്ലൈസ് ഇല്ല, എൻ്റെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് അവരില്ല എഴുതിയിട്ട് ചെയ്തൊരു ജേണലാണിത്. ഇതും ഞാൻ അതേപോലെ ചെയ്തതാണ്. ഇറ്റ് ഓൾസോ ലുക്സ് വെരി ഗുഡ്. ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ജേണലിങ് ഇന്ന് തന്നെ ഞാൻ ഇടുന്നതാണ് വൈകുന്നേരം. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഹാവ് എ നൈസ് ഡേ പറയാൻ വരട്ടെ. എൻ്റെ ജേണൽസ് കണ്ടിട്ട് ഇൻസ്പയറായിട്ട് ചെയ്യുന്ന പലവരും ഉണ്ട്. അപ്പം അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് വായിക്കരുതെന്ന് ചില വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വായിക്കട്ടോ.